മെമ്പർഷിപ്പായിട്ടും ഉണ്ടായിരുന്നു. ഓൾ ഇന്ത്യ മഹിളാ കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി എല്ലാ പദവികളെല്ലാം ഉണ്ട്. എന്നാലും ഒരു ലീഡർഷിപ്പ് റോളില് ഒരു പെണ്ണ് വരണമെങ്കിൽ അത് പറ്റില്ല. പ്രസിഡന്റ് ആക്കാനുള്ള എല്ലാ എക്സ്പീരിയൻസും ഉണ്ട്, പക്ഷെ പെണ്ണുങ്ങളെ കൊടുത്തിട്ടില്ല. ഫ്ലോർ ലീഡർ ആകാനുള്ള എല്ലാ കഴിവുമുണ്ട്. എലക്റ്റും ആയി, എല്ലാ MLA-മാരെ എലക്ട് ചെയ്തു 2 പ്രാവശ്യം. എന്നാലും പെണ്ണുങ്ങളെ അത് കൊടുക്കുന്നത് ശരിയില്ല എന്നൊക്കെ പറയുന്ന ഒരു കൂട്ടത്തിൽ ഉണ്ടായിരുന്നു ഞാൻ. എനിക്ക് വയ്യ, ഈ പദവി ഒന്നും വേണ്ട, എന്നാലും നമ്മുടെ കിട്ടുന്ന ആ മര്യാദ പെണ്ണുങ്ങളെ കിട്ടണം. That was my agenda. 2 കൊല്ലം ഉണ്ട്. എന്നാലും അതങ്ങനെ രാജിവെച്ചു, സീറ്റിനെ രാജിവെച്ചു. മോഡിജി മാത്രം ഈ നാട്ടിനെ ഉയർത്തിപ്പിടിക്കാനുള്ള ഒറ്റ ആളെന്ന് ഞാൻ തീരുമാനിച്ചു. അതുകൊണ്ട് ഞാൻ BJP-യിലേക്ക് മാറി. കക്ഷി മാറുന്നതൊന്നും ഒരു കുറ്റമൊന്നുമില്ല. ശരിയാണ്, ഒരു റീസണിന് കക്ഷി മാറുന്നത് കറക്റ്റ്, തപ്പില്ല. ഞാൻ കോൺഗ്രസ് പാർട്ടിയിലെ എന്റെ ചെറുപ്പം മുതലുണ്ടായിരുന്നു, ലൈക്ക് സ്റ്റുഡന്റ് യൂണിയൻ ലീഡറായിട്ട്. ഒരു നല്ല കാൻഡിഡേറ്റ് കിടച്ചിരിക്കാറ്. ഇതിലെ എന്നെ ഒരു സന്തോഷം ഉണ്ടാ, ഇവര് ജയിച്ചു പോണ ഡൽഹിയിൽ നിന്ന് നമുക്ക് എല്ലാ ഇന്ത്യ ട്രാൻഡത്തും വന്നു ചേരും. അത് ரொம்ப മുഖ്യം. ചായയും ഇഡ്ഡലിയും സമോസയും കഴിച്ച് വീട്ടിലോട്ട് തിരിച്ചു വരുന്ന MPs നമുക്ക് വേണ്ട. പാർലമെന്റിന് അകത്തിരുന്ന് സംസാരിച്ച് നമ്മുടെ മണ്ഡലത്തിന്റെ ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം കൊണ്ടുചേർക്കുന്ന പാർലമെന്റേറിയൻ നമുക്ക് വേണം. അതിനുള്ള കാര്യങ്ങൾ പെണ്ണുങ്ങളായ നമ്മളെ ഓരോ വീട്ടിലും പോയി പറഞ്ഞ് മനസ്സിലാക്കി ഈ വോട്ടുകളൊക്കെ കൊണ്ടുചേർക്കുന്നുള്ളത് എന്റെ a very valuable candidate the BJP has given this time. That is what people are thinking very high about him. We have a very intellectual candidate. So avare nam ஜெயிப்பிக்கணும். அதினுள்ள காரியங்களை பெண்கள் செய்திகளை உடனுக்குடன் தெரிந்து கொள்ள உடனே சப்ஸ்கிரைப் பண்ணுங்க.